ഹലോ മക്കളെ, വെൽക്കം ടു ലേൺ വിത്ത് പ്രീ. ഇന്ന് നമ്മൾ നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മളിപ്പോൾ തുടങ്ങാൻ പോകുന്നത് 10th CBSEയിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് തുടങ്ങാൻ പോകുന്നത്. സോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡിഗ്രി 2 ആയിട്ട് വരുന്ന പോളിനോമിയൽ എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ആദ്യം ഡിഗ്രി എന്താണ്, ഓൾജിബ്ര എന്താണ്, ഇതെല്ലാം നമുക്ക് ആദ്യം ഒന്ന് പറയാം, ഒന്ന് ചെറുതായിട്ട് പറയാം. നിങ്ങൾ ഇതിനെക്കുറിച്ച് 8ലും 9ലും ഒക്കെ പഠിച്ചതാണ്. അപ്പം അതുപോലെ തന്നെ പോളിനോമിയൽസ് എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്ററിലും ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഇപ്പോൾ പോളിനോമിയൽസ് ഇനിയിപ്പോൾ ക്ലാസ് തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. സോ ഞാൻ ഇത് ചെറുതായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അതൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഒന്ന് ക്വിക്ക് റിവിഷനായിട്ട് വേണ്ടി മാത്രം ആ കാര്യങ്ങൾ എടുക്കുക. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ. സോ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് എന്തായിരിക്കും? ഓൾജിബ്രയാണ്. ഓൾജിബ്ര എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിപ്പോൾ ലെറ്റേഴ്സും നമ്പേഴ്സും ഉപയോഗിച്ച് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് എഴുതുന്നതിനെയാണ് നമ്മൾ ഓൾജിബ്ര എന്ന് പറയുന്നത്. അതായത് ഇപ്പം എക്സാമ്പിൾ 10x എന്ന് വെച്ചാൽ ഇതെന്താണ്? ഇതൊരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. ഇതിനകത്ത് ഒരു വേരിയബിൾ പാർട്ടും ഉണ്ട്, അതുപോലെ തന്നെ ഇതിനകത്തൊരു നമ്പർ പാർട്ടും ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി ഈ 10x ഇനി നമുക്ക് ഇതിനകത്ത് പറയാൻ പോകുന്നത് ഡിഗ്രിയെ കുറിച്ചാണ്. ഓക്കെ. ഇതിനകത്ത് വേരിയബിൾ പാർട്ടായിട്ട് വരുന്നത് എക്സ് ആണ്. ഈ എക്സിന്റെ പവറിനെയാണ്, എക്സിന്റെ മുകളിൽ എന്തെങ്കിലും വരുമല്ലോ, അതിനെയാണ് നമ്മൾ എക്സ്പോണന്റ് എന്ന് പറയുന്നത്. ഈ എക്സ്പോണന്റിനെ ബേസിസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു പോളിനോമിയലിന്റെ ഡിഗ്രിയെ കുറിച്ച് സംസാരിക്കുന്നത്. ഇവിടെ എക്സിന്റെ പവർ 1 ആണ്. അതായത് ഇതെങ്ങനെ എങ്ങനെ എഴുതാൻ പറ്റും? 10x⁴ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. സോ ഇതിന്റെ ഡിഗ്രി 1 ആണ്. therefore ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. ഈ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിനെ നമ്മൾ 8ൽ പഠിച്ചതാണ്. നമ്മൾ വേറൊരു പേരും കൂടെ പറയും. ഇതിന് പറയുന്ന പേരാണ് ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത് ഈ ഒരു പോളിനോമിയലാണ്. ഡിഗ്രി ഫസ്റ്റ് ആയിട്ട് വരുന്ന പോളിനോമിയൽസിനെയാണ് നമ്മൾ ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അടുത്ത പോളിനോമിയലാണ്. ഓൺ ദ ബേസിസ് ഓഫ് ഡിഗ്രിയിൽ അടുത്ത പോളിനോമിയലാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്നുമില്ല, ഡിഗ്രി 2 വരണം. വേരിയബിൾ പാർട്ടിന് ഡിഗ്രി 2 വരണം. അതിനെ വിളിക്കുന്ന പേരാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അതായത് ഞാനിപ്പം എക്സാമ്പിൾ ആയിട്ട് എഴുതിയാൽ ഇപ്പം 5x² + 3x ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. അതായത് എപ്പോഴും ഓർക്കുക, ഡിഗ്രി പറയുമ്പോൾ നമ്മൾ പോളിനോമിയലിന്റെ വേരിയബിൾ പാർട്ടിലെ ഏറ്റവും ഹയസ്റ്റ് എക്സ്പോണന്റിനെ ആയിരിക്കും നോക്കുന്നത്. ഇവിടെ 3xന്റെ ഇവിടുത്തെ എക്സിന്റെ പവർ എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ 5x². ഓക്കെ, ഇവിടെ എക്സിന്റെ പവർ എന്നുള്ളത് 2 ആണ്. സോ ഹയസ്റ്റ് ഡിഗ്രി വന്നത് 2 ആണ്. therefore ഈ പോളിനോമിയൽ എക്സ്പ്രഷന്റെ മൊത്തമുള്ള ഡിഗ്രി എന്തായിരിക്കും? 2 ആയിരിക്കും. അതായത് ഈ എക്സ്പ്രഷന്റെ ഡിഗ്രി 2 ആണ്. അതായത് ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്, സെക്കൻഡ് ഡിഗ്രി എക്സ്പ്രഷൻ ആണ്. ഇങ്ങനെ സെക്കൻഡ് ഡിഗ്രി എക്സ്പ്രഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻസ്. സോ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഓക്കെ, ഇത് ഡിഗ്രി 1 ആണെങ്കിൽ അതൊരു ലീനിയർ പോളിനോമിയൽ ആണ്. ഡിഗ്രി 2 ആണെങ്കിൽ അതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആയിരിക്കും. ഓക്കെ. ഇനി ഡിഗ്രി 3 ആയിട്ട് വന്നാൽ ഓൺ ദ ബേസിസ് ഓഫ് ഡിഗ്രി നമ്മുടെ ഈ ചെറിയ ക്ലാസ്സിൽ നമ്മൾ ഒരു വിഭാഗം കൂടിയുണ്ട്, ക്യൂബിക് പോളിനോമിയൽ. ഡിഗ്രി 3 ആയിട്ട് വരുന്നാൽ ആ പോളിനോമിയൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യൂബിക് പോളിനോമിയൽ. അതിന് ഞാനൊരു എക്സാമ്പിൾ എഴുതാം. ഇപ്പോൾ 10x³ + 4x² + 6x ഇതൊരു ക്യൂബിക് പോളിനോമിയൽ ആണ്. കാരണം ഇവിടുത്തെ എക്സിന്റെ പവർ എന്ന് പറയുന്നത് 1 ആണ്. പ്രത്യേകിച്ച് ഒന്നും എഴുതാതെ എക്സ് എഴുതി കഴിഞ്ഞാൽ എക്സിന്റെ പവർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇവിടുത്തെ എക്സിന്റെ പവർ എന്നുള്ളത് 2 ആണ്. ഇനി ഈ ടേമിൽ എക്സിന്റെ പവർ എന്നുള്ളത് 3 ആണ്. സോ ഡിഗ്രി എന്താണ്? നമ്മൾ കൂട്ടത്തിൽ ആ എക്സ്പ്രഷനിലെ ഏറ്റവും ഹയസ്റ്റ് എക്സ്പോണന്റിനെയാണ്, വേരിയബിളിന്റെ ഏറ്റവും ഹയസ്റ്റ് എക്സ്പോണന്റിനെയാണ് നമ്മൾ ഡിഗ്രി ആയിട്ട് എടുക്കുന്നത്. സോ ദാറ്റ് ഇവിടെ ഹയസ്റ്റ് ഡിഗ്രി വന്നേക്കുന്നത്, ഹയസ്റ്റ് പവർ വന്നേക്കുന്നത് അല്ലെങ്കിൽ ഹയസ്റ്റ് എക്സ്പോണന്റ് വന്നേക്കുന്നത് ഏതാണ്? 3 ആണ്. സോ ഇതൊരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതൊരു ക്യൂബിക് പോളിനോമിയൽ ആണെന്ന് പറയും. ഇതൊരു ക്യൂബിക് പോളിനോമിയൽ ആണ്. ഓക്കെ അല്ലേ? നമ്മൾ ഇവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത് ഡിഗ്രി 2 ആയിട്ട് വരുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയൽസിനെയാണ്. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ വെറുതെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് ആയിട്ട് മാത്രം എഴുതുമല്ല, അതിനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് എഴുതും. ആയിട്ടായിരിക്കും നമ്മൾ എഴുതിയത്. അതിനുശേഷം അതിന്റെ സീറോസ് കണ്ടുപിടിക്കുക, അതിന്റെ റൂട്ട്സ് കണ്ടുപിടിക്കുക, അതിന്റെ മൊത്തത്തിലുള്ള ഫീച്ചേഴ്സ് നോക്കുക. ഇതൊക്കെ ആയിരിക്കും നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എൻ്റെ കൂടെ പറയാം. നിങ്ങൾക്ക് ഒരുവിധം ബേസ് ഒക്കെ കറക്റ്റ് ആയെന്ന് എനിക്ക് തോന്നുന്നു. സോ ദാറ്റ് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ നമുക്കിനി ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോമാറ്റിനെ കുറിച്ച് സംസാരിക്കാം. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ax² + bx + c = 0 എന്നാണ്.
അവിടെ എ ഒരിക്കലും 0 ആവാൻ പാടില്ല. എ 0 ആയി കഴിഞ്ഞാൽ ഈ ടേം 0 ആയി. therefore ഇതെന്താവും? ഒരു ലീനിയർ ഇക്വേഷൻ ആയിട്ട് മാറും. കാരണം ഇതെന്തായി? bx plus c is equal to 0 എന്നായി. സോ ഇതൊരു ഫസ്റ്റ് ഡിഗ്രി ഉള്ള ലീനിയർ ഇക്വേഷൻ ആയിട്ട് മാറും. സോ കണ്ടീഷൻ ഇത്ര മാത്രമേ ഉള്ളൂ. എ സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ജനറൽ ഫോർമാറ്റ്. അവിടെ എ ഒരിക്കലും 0 ആവാൻ പാടില്ല. ഇനി നിങ്ങളുടെ ഫസ്റ്റ് എക്സസൈസിൽ എക്സസൈസ് 4.1 നിങ്ങൾക്ക് കുറേ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മളുടെ ചോദ്യം. ചെക്ക് വെദർ ദ ഫോളോയിങ് ഇക്വേഷൻസ് ആർ ക്വാഡ്രാറ്റിക് എന്നാണ് ചോദ്യം. അപ്പം ആ ഫസ്റ്റ് എക്സസൈസിലെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാം. ഇതാണ് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2x. സോ നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 into x minus 3. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. സോ നമ്മൾ ആദ്യം ഈ ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ലൈക്ക് ടേംസിനെ എല്ലാം RHSലോ LHSലോ ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരിടത്തേക്ക് ട്രാൻസ്പോസ് ചെയ്യുക. ഞാനിപ്പോൾ RHSലുള്ള ഈ പാർട്ടിനെ LHSലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ഇതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. ദെൻ ആഫ്റ്റർ സിംപ്ലിഫിക്കേഷൻ ഈ ഇക്വേഷൻ്റെ ഡിഗ്രി 2 ആണോ നോക്കുക. 2 ആണെങ്കിൽ അതെന്താണ്? അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും. സോ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. ഇവിടെ നോക്കിക്കേ, എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതാണ് LHS, ഇതാണ് RHS. LHSലെ ഭാഗം എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്നാണ്. ഇതിന്റെ ഫോർമാറ്റ് എന്താണ്? നിങ്ങൾ കേട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി ആയിട്ട് ഇതിന് ബന്ധമുണ്ടോ? ഇതൊന്നുമില്ല. അതായത് നമുക്ക് ഓർത്തെടുക്കാം. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റിലാണ് ഈ ഒരു പാർട്ട് കിടക്കുന്നത്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ നമുക്കറിയാം. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഈ ഫോർമാറ്റിലാണ് നമ്മളുടെ ഫസ്റ്റ് പാർട്ട് കിടക്കുന്നത്. സോ നമുക്ക് അതേ ഫോർമാറ്റിൽ ഇട്ട് തന്നെ അതിനെ സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ അല്ലേ? സോ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്താവും? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്നാവും അല്ലേ? ഇനി ഈ ഭാഗം എന്താവും? 2 into x minus 3. അതെന്താവും? 2x മൈനസ് 2 into x 2 into x 2x മൈനസ് 2 into 3 6. സോ ഇവിടെ എന്തായി? 6 ആയി. ഇനി ഞാൻ ലൈക്ക് ടേംസിനെ എല്ലാം ഒരുമിച്ചാക്കാൻ പോവുകയാണ്. അതിനായിട്ട് എനിക്ക് RHSനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. സോ ഞാൻ RHSൽ കിടക്കുന്ന എല്ലാത്തിനെയും LHSലേക്ക് ട്രാൻസ്പോസ് ചെയ്യാൻ പോവുകയാണ്. സോ എനിക്ക് എന്ത് കിട്ടി? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. ഇവിടുത്തെ പ്ലസ് 2x അപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് മൈനസ് 2x ആവും. അതുപോലെ മൈനസ് എക്സ് അപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് പ്ലസ് എക്സ് ആയിട്ട് മാറും. സോ പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നായി. സോ ഇനി നമുക്ക് ലൈക്ക് ടേംസിനെ എല്ലാം, അതായത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടേംസിനെ എല്ലാം ക്യാൻസൽ ചെയ്യുക. അതിനുശേഷം സോൾവ് ചെയ്യാനുള്ളതിനെല്ലാം സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് കിട്ടുന്ന ആൻസർ എന്താണെന്ന് നോക്കാം. നോക്കിക്കേ, ഇവിടെ ഒരു പ്ലസ് 2x ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 2x ഉണ്ട്. പ്ലസ് 2xും മൈനസ് 2xും കൂടെ തമ്മിൽ ക്യാൻസൽ ചെയ്തു പോകും. പിന്നെ ഇവിടെ ഒരു പ്ലസ് 1 ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് 6 ഉണ്ട്. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ്, ഇവിടെ ഓൾറെഡി ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് 6 പ്ലസ് 1 നമുക്ക് എത്ര കിട്ടി? 7. സോ എക്സ് സ്ക്വയർ പ്ലസ് 7 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ആണ് ഇതിന്റെ സിംപ്ലിഫൈഡ് ആൻസർ എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ ഫോർമാറ്റ് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 0x പ്ലസ് 7 ഈസ് ഈക്വൽ ടു 0. സോ നമ്മുടെ ജനറൽ ഇക്വേഷന്റെ ഫോർമാറ്റിലേക്ക് വന്നതില്ലേ? ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോർമാറ്റ് എന്താണ്? ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈസ് ഈക്വൽ ടു 0. സോ ഇതെന്താണ്? ഈ ജനറൽ ഫോർമാറ്റിലേക്ക് തന്നെ നമ്മുടെ സിംപ്ലിഫൈഡ് ആൻസർ കിട്ടി. therefore നമുക്ക് എന്ത് പറയാം? തന്നിരിക്കുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. സോ ഞാനിവിടെ ഒന്നും കൂടെ നമുക്ക് സോൾവ് ചെയ്ത് കിട്ടിയ പാർട്ട് ഒന്നും കൂടെ എടുത്ത് എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് 0x പ്ലസ് 7 ഈസ് ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് സോൾവ് ചെയ്ത് കിട്ടിയത്. ഇതിന്റെ ഡിഗ്രി എന്താണ്? 2 ആണ്. ഇതിന്റെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 0 അല്ല, 1 ആണ്. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റിനെയാണ് നമ്മൾ ജനറൽ ഇക്വേഷനിൽ എ വെച്ച് നൊട്ടേറ്റ് ചെയ്തത്. സോ നമുക്ക് എന്ത് പറയാം? സിൻസ് എ നോട്ട് ഈക്വൽ ടു 0, സിൻസ് എ നോട്ട് ഈക്വൽ ടു 0, ദിസ് ഈസ് ഓഫ് ദ ഫോം ax square plus bx plus c is equal to 0. Therefore, the given equation is quadratic. Therefore, the given equation is quadratic. So, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിട്ട് കിട്ടി? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് കിട്ടി. ഡിഗ്രി 2 ആണ്. അതുപോലെ തന്നെ എ 0 അല്ല. സോ നമ്മുടെ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. therefore നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. സോ നിങ്ങളുടെ സെക്കൻഡ് പ്രോബ്ലം ഇതാണ്. എക്സ് സ്ക്വയർ മൈനസ് 2x ഈസ് ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു 3 മൈനസ് എക്സ്. സോ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം.
സോ ഇത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? ഓക്കെ, ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്, ഈ ബ്രാക്കറ്റ്സിനുള്ള എല്ലാത്തിനും നമുക്ക് സോൾവ് ചെയ്തെടുക്കണം. സോൾവ് ചെയ്തതിന് ശേഷം എന്താണ് RHSലുള്ളത് LHSലേക്ക് കൊണ്ടുവരിക. അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഡിഗ്രി 2 ആണോ നോക്കുക. 2 ആണെങ്കിൽ ഉറപ്പായിട്ടും ഇതെന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. സോ നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. ഓക്കെ അല്ലേ? സോ എന്ത് പറ്റും? x² - 2x ഞാൻ അതുപോലെ തന്നെ എഴുതി. ഇനി എന്ത് ചെയ്യാം? -2 കൊണ്ട് ഈ ബ്രാക്കറ്റ് കിടക്കുന്നതിന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഓക്കെ, -2 × 3 ഇത് കിട്ടി. -2 × 3 ഈസ് -6 എന്ന് കിട്ടി. ഓക്കെ, ഇനി മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്? പ്ലസ് ആണ്. പ്ലസ് ഇത് നോക്കിക്കേ, ഓൾറെഡി മൈനസും നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി 2 × x എന്ത് വരും? 2x എന്ന് വന്നു. ഇനി എന്ത് ചെയ്യുക? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. സോ RHSലുള്ളതിനെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകും? LHSലേക്ക് ട്രാൻസ്പോസ് ചെയ്യും. സോ നമുക്ക് അതിനൊന്ന് ട്രാൻസ്പോസ് ചെയ്യാം. എന്ത് കിട്ടി? x² - 2x. ഞാനിപ്പോൾ ഈ +2x അങ്ങോട്ട് ആദ്യം ട്രാൻസ്പോസ് ചെയ്യാണ്. +2x ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്താൽ എന്താവും? പ്ലസ് എന്താവും? ഇക്വാളിറ്റിയുടെ അപ്പുറമുള്ള പ്ലസ് സൈൻ ഇക്വാളിറ്റിയുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താവും? മൈനസ് സൈൻ ആവും. സോ +2x എന്താവും? -2x ആവും. ഓക്കെ അല്ലേ? അതിനുശേഷം -6 നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യാം. സെയിം റൂൾ. ഇക്വാളിറ്റിയുടെ RHSൽ മൈനസ് ആയിട്ടുള്ള ഒരു സംഖ്യ ഇക്വാളിറ്റിയുടെ LHSലേക്ക് വരുമ്പോഴത്തേക്ക് അതെന്താവും? പ്ലസ് ആവും. സൈൻ കൺവേർഷൻ നടന്നിട്ട് അത് പ്ലസ് ആവും. സോ ഇവിടെ എന്ത് വന്നു? +6 = 0 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ലൈക്ക് ടേംസിനെ എല്ലാം സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, നമുക്ക് അപ്പോൾ എന്ത് കിട്ടി? x² - 2x രണ്ടും എന്താണ്? നെഗറ്റീവ് ആണ്. രണ്ട് നെഗറ്റീവ് സംഖ്യകളെ തമ്മിൽ കൂട്ടാൻ വന്നാൽ നമ്മൾ തമ്മിൽ കൂട്ടിയിട്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക. സോ മൈനസ് രണ്ട് നെഗറ്റീവ് ആണല്ലോ. -2 രണ്ടും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് -4 എന്ന് കിട്ടും. കൂടെ x ഉണ്ട്. സോ x² - 4x + 6 = 0. സോ നമുക്ക് സോൾവ് ചെയ്ത് കിട്ടിയത് ഈ ഫോർമാറ്റിലാണ്. x² - 4x + 6 = 0. ഇത് ഏത് ഫോർമാറ്റിലാണ്? സോ ഇത് ഏത് ഫോർമാറ്റിലാണ്? നമുക്കപ്പം നമ്മുടെ കൺക്ലൂഷൻ എഴുതി വെക്കാം. This is of the four ax² + bx + c = 0 where a not equal to 0. Therefore എന്താണ്? The given equation is quadratic. Therefore the given equation is quadratic. ഓക്കെ, അപ്പം ഞാൻ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് ഒരു ഇക്വേഷൻ തരും. നമ്മൾ ആദ്യം അതിനെ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം ഹയസ്റ്റ് ഡിഗ്രി 2 ആണോ നോക്കുക. അപ്പോൾ അത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോർമാറ്റ് ആയിട്ടുള്ള ax² + bx + c = 0 എന്നുള്ള ഫോർമാറ്റിൽ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ എന്താണ്? വേറെ a not equal to 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്തായിരിക്കും? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് വല്ലതും എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് എടുത്തോ. ഓക്കെ, സോ നിങ്ങളുടെ ഫസ്റ്റ് എക്സസൈസിലെ ഫസ്റ്റ് പ്രോബ്ലത്തിലെ മൂന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് നമുക്കൊന്ന് പോവാം. നോക്കിക്കേ, ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണ്? x - 2 × x + 1 = x - 1 × x + 3. ഓക്കെ, അപ്പം ഈ രണ്ട് സൈഡിലും ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? a + b × c + d ഫോർമാറ്റിലാണ് കിടക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് സോൾവ് ചെയ്യുക. അല്ലെങ്കിൽ a + b × a + c ഫോർമാറ്റിലാണ് കിടക്കുന്നത്. സോ നമുക്ക് എന്താണ്? ആ ഐഡന്റിറ്റി വെച്ചിട്ട് ഇതൊന്ന് സോൾവ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യണം? x ഉണ്ട് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ x കൊണ്ട് ഈ രണ്ട് ടേമിനെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം -2 കൊണ്ട് ഈ രണ്ട് ടേമിനെ ഓപ്പൺ ചെയ്യുക. സെയിം സാധനം തന്നെ ഇവിടെയും ചെയ്യുക. അവസാനം ഈ ഇക്വേഷൻസിനെ സിംപ്ലിഫൈ ചെയ്ത് സിംപ്ലിഫൈഡ് ഫോർമാറ്റിലേക്ക് എത്തിക്കുക. ഓക്കെ അല്ലേ? സോ നമുക്ക് ആദ്യം x കൊണ്ടൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, x × x² ഓക്കെ, ദെൻ പ്ലസ് x × 1 x. ഓക്കെ, ഇനി എന്താണ്? -2 കൊണ്ട് ഓപ്പൺ ചെയ്തെടുക്കുക. -2 × x -2x, ദെൻ മൈനസ് ഇൻറ്റു പ്ലസ് അഗൈൻ മൈനസ് 2 × 1 2. സോ ഇവിടെ -2 വന്നു. ഇവിടെയും പറയാം x × x x² പ്ലസ് x × 1 x -2 × x -2x -2 × +1 -2. Minus into plus is minus. Okay, then equal to x × x x² plus x × 3 3x minus 1 × x minus x minus 1 × 3 minus 3. Okay, എപ്പോഴും ഓർത്തിരിക്കുക, ഒരു പ്രോബ്ലത്തിനകത്ത് ഓഡ് നമ്പർ ഓഫ് മൈനസ് ആണെങ്കിൽ അതിനെ മൾട്ടിപ്ലിക്കേഷനിലോ ഡിവിഷനിലോ വന്നു കഴിഞ്ഞാൽ റിസൾട്ട് വിൽ ബി നെഗറ്റീവ്. അതുപോലെ ഈവൻ നമ്പർ ഓഫ് നെഗറ്റീവ്സ് ആണെന്നുണ്ടെങ്കിൽ റിസൾട്ട് എന്തായിരിക്കും? ഈവൻ മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും റിസൾട്ട് എന്തായിരിക്കും? റിസൾട്ട് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകാം. നമ്മൾ എന്താ ചെയ്യുക? ഇതിനെ സിംപ്ലിഫൈ എടുക്കാം. ഓക്കെ,
സോ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ട്. ഇക്വാളിറ്റിയുടെ ഓപ്പോസിറ്റും എന്തുണ്ട്? ഒരു പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ട്. LHSലും ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, RHSലും ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? LHSലും RHSലും ഒരേ സൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്ലസ് എക്സ് സ്ക്വയറിനെ, LHSലെ പ്ലസ് എക്സ് സ്ക്വയറിനെ, RHSലെ പ്ലസ് എക്സ് സ്ക്വയറിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും. ഇനി നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒന്ന് സോൾവ് ചെയ്തെടുക്കാം. പ്ലസ് എക്സ് മൈനസ് 2x, ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും ഓക്കെ വന്നേക്കുന്നു. അപ്പം നമുക്ക് തമ്മിൽ കുറയ്ക്കണം. സോ എക്സിൽ നിന്ന് 2x പോയപ്പോഴത്തേക്ക് നമുക്ക് മൈനസ് എക്സ് കിട്ടി. പിന്നെ ഇവിടെ ആരുണ്ട്? പിന്നെ ഇവിടെ -2 ഉണ്ട്. സോ മൈനസ് എക്സ് -2 ഓക്കെ അല്ലേ? ഇനി RHSൽ സോൾവ് ചെയ്തെടുക്കണം. സോ 3x മൈനസ് എക്സ്, 3xൽ നിന്ന് ഒരു എക്സ് പോയാൽ നമുക്ക് എത്ര കിട്ടും? 2x കിട്ടും. ബാക്കി ഇവിടെ ആരുണ്ട്? -3 ഓക്കെ. സോ ഇവിടെ ഒരു കാര്യം ഓർക്കുക, ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും വന്നു. അപ്പോൾ നമുക്കത് കൂട്ടാനായിട്ട് വന്ന ഇൻ ഇഫക്റ്റ് നമ്മൾ എന്താ ചെയ്യുക? പോസിറ്റീവ് നമ്പറിൽ നിന്ന് നെഗറ്റീവ് നമ്പർ കുറയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ കുറയ്ക്കുക. കുറച്ചതിന് ശേഷം വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ അതാണ് ചെയ്തിരിക്കുന്നത്. എക്സ് മൈനസ് 2x ഓക്കെ. 2xൽ നിന്ന് ഞാൻ എക്സ് കുറച്ചു, അല്ലെങ്കിൽ തെറ്റിപ്പോ. 2xൽ നിന്ന് എക്സ് കുറച്ചാൽ എക്സ്. വലുത് ഏതാണ്? 2 ആണ്. മാഗ്നിറ്റ്യൂഡ് വൈസ് ആണെന്ന് പറയുന്നത്. വലുത് എന്താണ്? 2 ആണ്. 2ന്റെ സൈൻ എന്താണ്? മൈനസ് ആണ്. ആ മൈനസ് സൈൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -x -2 = 2x - 3 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒന്ന് സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ എന്താ ചെയ്യാം? RHSലുള്ള സംഭവത്തിനെയും കൂടെ LHSലേക്ക് കൊണ്ടുവരും. ഇവിടുത്തെ +2x അപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായി? -2x ആയി. -3 എന്തായിട്ട് മാറി? +3 ആയിട്ട് മാറി. സോ ഇവിടെ ഓൾറെഡി ഒരു -x -2 ഉണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാം? ഈ +2xനെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്താവും? -2x ആവും. സോ -x -2 -2x എന്ന് കിട്ടി. അതുപോലെ -3യെ LHSലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത് +3 ആയി. = എല്ലാത്തിനെയും കൊണ്ടുവന്നു. പിന്നെ ഇവിടെ ആരേ ഉള്ളൂ? 0 ഉള്ളൂ. സോ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടി. -x -2 -2x + 3 = 0 എന്ന് കിട്ടി. ഇനി എന്താ ചെയ്യുക? ലൈക്ക് ടേംസിനെ തമ്മിൽ സിംപ്ലിഫൈ ചെയ്യുക. -x -2x നമുക്ക് എന്ത് കിട്ടും? -3x. ഒരു നെഗറ്റീവ് വേറൊരു നെഗറ്റീവ് ഓക്കെ തമ്മിൽ കൂട്ടാനാണ് വന്നേക്കുന്നത്. ഓക്കെ -x -2x ഒരു നെഗറ്റീവും വേറൊരു നെഗറ്റീവും തമ്മിൽ കൂട്ടാനായിട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? തമ്മിൽ കൂട്ടുക. തമ്മിൽ കൂട്ടിയതിന് ശേഷം എന്ത് ചെയ്യുക? വലുത് എപ്പോഴും വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. -x -2x എന്താണ്? -3x. വലുതിന്റെ ചിഹ്നം എന്താണ്? നെഗറ്റീവ് ആണ്. സോ -3x എന്ന് കിട്ടി. പ്ലസ് -2 + 3 ഓക്കെ. ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ആണ് വന്നിരിക്കുന്നത്. ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ആണ് ഓപ്പറേഷൻ വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കുറയ്ക്കണം. ഓക്കെ, സൈൻ ഡിഫറൻറ്റ് ആണെന്നുണ്ടെങ്കിൽ തമ്മിൽ കുറയ്ക്കുക. ദെൻ വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. 3 2 കുറച്ചു 1 കിട്ടി. വലിയ സംഖ്യ ഏതാണ്? ഇവിടെ +3 ആണ്. ഓക്കെ, 3ന്റെ സൈൻ എന്താണ്? പ്ലസ് ആണ്. സോ +1. സോ എന്ത് കിട്ടി? -3x + 1 = 0. സോ നമ്മുടെ കൺക്ലൂഷൻ എന്തായിരിക്കും? ഏത് ഫോർമാറ്റിലാണ്? a² + bx + c ഫോർമാറ്റിലാണോ? അല്ല, കാരണം ഇവിടെ എന്തില്ല? x² ടേം ഇല്ല. അഥവാ എന്തായിപ്പോയി? a എന്ന് പറയുന്ന കോയിഫിഷ്യന്റ് എന്തായിപ്പോയി? 0 ആയിപ്പോയി. ഇവിടെ 0x² ആണ്. നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കണ്ടീഷൻ എങ്ങനെയാണ്? ക്വാഡ്രാറ്റിക് ഫോർമുലയുടെ ജനറൽ ഇക്വേഷൻ പറയുന്നത് a² + bx = 0 വേർ a ≠ 0 എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ്? a 0 ആയിപ്പോയി. സോ നമുക്ക് എന്ത് പറയാം? This equation is not in the form of ax² + bx + c = 0. Therefore, it is not quadratic. സോ ആൻസർ വേണ്ടിയവർക്ക് റൈറ്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്യും. സോ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഞാൻ ഈ ഡിസ്കസ് ചെയ്ത 3 പ്രോബ്ലംസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻസ് ആയിട്ട് നിങ്ങൾ അറിയിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം പേരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. സോ ഇറ്റ്സ് മീ പ്രീത സൈനിങ് ഓഫ്. ടാറ്റ ബൈ. വീണ്ടും അടുത്ത ക്ലാസ്സിൽ വേറെ കുറേ പ്രോബ്ലംസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.